ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ആമയായിട്ടുള്ള ആ വലിയ ഫൈറ്റിന് ശേഷം ഇപ്പൊ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരുടെ ബോഡിയിലെല്ലാം തന്നെ ഒരുപാട് പരുക്കുകളുണ്ട്. ഇവിടെ എഞ്ചിനാണെങ്കിൽ നല്ല സ്പീഡിലായിരിക്കും വാഹനം ഓടിക്കുക. വാഹനം അങ്ങനെ പറന്നും ഗട്ടറിലൂടെ ഇടിച്ചു കയറിയും മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആ സമയം ഇപ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ എഞ്ചിനോട് പറയും, നീ ഇത് കാണുന്നില്ലേ, ഓൾറെഡി ഞങ്ങളുടെ ദേഹത്തെല്ലാം ഒരുപാട് പരുക്കുകളാണ്, അല്പം കെയർഫുള്ളായി നിനക്ക് വണ്ടി ഓടിച്ചൂടെ. അത് കേട്ട് എഞ്ചിനാണെങ്കിൽ അവരുടെ ദേഹത്തുള്ള അടയാളങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കും. ആക്ച്വലി അവൻ കയറിട്ട് വലിച്ച ആ ഒരു അടയാളങ്ങളാണ് അവരുടെ എല്ലാവരുടെയും ദേഹത്തുള്ളത്. എഞ്ചിനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഇത്രയും വേഗം നമുക്ക് അവിടെ എത്താനാണ് ഞാനൊരല്പം സ്പീഡ് കൂട്ടിയത്. പോകുന്നതിന് മുൻപ് നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കയറാമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള ഒരു സിറ്റിയിലേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇതിനു മുൻപ് ആ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ആൾക്കാരെല്ലാവരും കടന്നു വരും. അവിടെ ഉള്ളത് മറ്റാരുമല്ല, മുൻപ് കണ്ട ആ ഒരു ഏജ്ഡ് ഡോക്ടർ. അവരാണെങ്കിൽ ഒരു പേഷ്യൻറ്റിനോട് ഒരുപാട് റൂഡായിട്ടൊക്കെ സംസാരിച്ച് ആളുടെ കയ്യിൽ ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ആ പേഷ്യൻ്റ് ആണെങ്കിൽ ആ ഡോക്ടറുടെ ബിഹേവിയറിലും സംസാരത്തിലൊക്കെ ഭയന്ന് അവിടുന്ന് ഇറങ്ങി പോവാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഡോക്ടറിനോട് പറയും, നിങ്ങൾക്ക് അല്പം കൂടെ മര്യാദയ്ക്ക് സംസാരിച്ചുകൂടെ പേഷ്യൻസിനോട്, നിങ്ങൾ ഇത്രയും റൂഡായിട്ട് പെരുമാറിയ നിങ്ങൾക്ക് പേഷ്യൻസിനെ കിട്ടുമോ. അതിനാൽ ലേഡി പറയും, ഇപ്പം നിങ്ങൾ വന്നില്ലേ, എനിക്ക് ആവശ്യത്തിനുള്ള പേഷ്യൻസിനെ എപ്പോഴും കിട്ടും, അതിൽ യാതൊരു കുഴപ്പമില്ല. ആക്ച്വലി ഈ ഡോക്ടർ പണ്ട് കാണാൻ വളരെ സുന്ദരിയായിരുന്നു, ഇപ്പൊ പ്രായമായി ഈ കോലത്തിലായതാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ആ ലേഡി ഡോക്ടറിനോട് പറയുന്ന അതേസമയം ആർട്ട് ഫോം ചെയ്ത ബ്രദറും സിസ്റ്ററും ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, ഞാൻ ക്രിയേറ്റ് ചെയ്തെന്ന ആർട്ട് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലേ. അതിന് നമ്മുടെ ആൾക്കാർ പറയും, ഓ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു, ഇവിടെ വെച്ച് വീണ്ടും കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ക്യാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. ആർട്ട് ക്രിയേറ്റ് ചെയ്ത ബ്രദറിന്റെ സിസ്റ്റർ അവളാണെങ്കിൽ അവനെ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവനാണെങ്കിൽ അവരോടൊപ്പം അവിടുന്ന് പോകാൻ തയ്യാറാവാതെ നമ്മുടെ ആൾക്കാരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് തുടങ്ങും. അതേസമയം ആ ഒരു ബ്രദർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് ഒരുപാട് നേരം സംസാരിക്കും. അതിനുശേഷം സിസ്റ്റർ കമ്പൽ ചെയ്തുകൊണ്ട് തന്നെ അവർ ബൈക്കിൽ കയറി അവിടുന്ന് കടന്നു പോവാണ്. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി ഓഫീസിലേക്ക് വന്നാൽ മതി, ഇനി ഇവിടെ നിന്ന് അത് വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. അടുത്ത നിമിഷം ഒരുപാട് വേസ്റ്റുകൾ അങ്ങോട്ടേക്ക് വീഴുകയാണ്. പലർക്കും അതെന്താണെന്ന് മനസ്സിലാവില്ല. ആക്ച്വലി ഭൂമിക്ക് ചില സമയത്ത് ഷെയ്ക്ക് ഉണ്ടാവും. അപ്പൊ മുകളിലുണ്ടാകുന്ന ആ ഒരു സ്പെല്ലിൽ നിന്ന് ഒരുപാട് വേസ്റ്റുകൾ താഴേക്ക് വീഴും, മഴ പെയ്യുന്നത് പോലെ. ഇപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. സോ എങ്ങനെയെങ്കിലും ഈ പ്രോസസ്സ് താണ്ടി നമ്മുടെ ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കും. അവരെല്ലാവരും വാഹനത്തിൽ ഇപ്പോൾ ആ ഒരു എൻട്രൻസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതിന് റൂഡോ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, ആ ഒരു എൻട്രൻസ് അത് ഞാൻ ചെറുതായിട്ട് കണ്ടു, പക്ഷെ അത് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവരതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഓഫീസിൽ നിന്ന് ഒരു കോള് വരിക. വലിയ രീതിയിൽ ഒരു യുദ്ധം നടക്കുകയാണ്, നിങ്ങൾ എത്രയും വേഗം എത്തണം എന്നായിരിക്കും ഓപ്പോസിറ്റ് എന്ന് പറയുക. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഓഫീസിൽ ഇപ്രകാരം ഒരു വാർ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോൾ ഓഫീസ് ലക്ഷ്യമാക്കി പോവാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെ ആയിരിക്കും അവരകത്തേക്ക് പോവുക. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഓപ്പണൻസിനെ കാണിക്കും. അവരാണെങ്കിൽ വലിയ വലിയ റോക്കറ്റ് ലോഞ്ചേഴ്സ് ഒക്കെ വെച്ച് അവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ വിളിച്ചു പറയും, ആ റൂഡോ അവനെയാണ് ഞങ്ങൾക്ക് ആവശ്യം, അവനെ മര്യാദയ്ക്ക് വിട്ടതാ. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവർ പറയുന്നത് കേട്ട് വല്ലാത്തൊരു ഷോക്ക്. റൂഡോയെ കുറിച്ച് എങ്ങനെ ഇവർ മനസ്സിലാക്കി, ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഓപ്പണൻസ് ആണെങ്കിൽ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ഒരു അനൗൺസ്മെന്റ് പുറത്തേക്ക് വരികയാണ്, മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടം വിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് കേട്ട് ആ ഓപ്പണൻസ് വിളിച്ചു പറയും, ഞങ്ങൾ പോവാനല്ല, റൂഡോയെ കൊണ്ടുപോകാനും നിങ്ങളെ നശിപ്പിക്കുവാനുമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. നിന്നെപ്പോലൊരു പെണ്ണിന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കേട്ട് അവൾ പറയും, ഞാൻ പെണ്ണാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു, ഞാനൊരാണാണ്. അത് കേട്ട് അവർക്കാണെങ്കിൽ ഡബിൾ ഷോക്ക്. ഓ നോ, ആണോ? ആണിന് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവും ചിന്തിച്ചു വെക്കുന്ന അതേസമയം അവൾ പൊട്ടിച്ചിരിക്കും, ഞാൻ ആണല്ല, പെണ്ണ് തന്നെയാണ്, നിങ്ങൾ ശരിക്കും വിഡ്ഢികളാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവരെ കളിയാക്കും. അവരുടെ കൺട്രോൾ പോയി അവർ കൂടുതൽ ദേഷ്യപ്പെടും. ആ വില്ലന്മാരിൽ കുറച്ചു പേരാണെങ്കിൽ ആ ഒരു ഓഫീസിന്റെ ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവരെ കൊണ്ട് സാധിക്കില്ല. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, ഞങ്ങളുടെ വെപ്പൻസ് എല്ലാം അതിനുപയോഗിച്ചു, പക്ഷേ അത് തുറന്നു വരുന്നില്ല. കട്ട് ചെയ്ത നമ്മുടെ ചപ്പർത്തലച്ചി പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ ഡോറിന്റെ അടുത്തേക്ക് വന്ന് അത് പതിയെ ഓപ്പൺ ചെയ്യുകയാണ്. ഡോർ തുറക്കാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം, നിങ്ങളെ വെൽക്കം ചെയ്യാണെന്ന് പറയും. അടുത്ത നിമിഷം റോക്കറ്റ് ലോഞ്ചർ അവളുടെ നേരെ അങ്ങനെ ചീറിപ്പാഞ്ഞു വരികയാണ്. അവൾക്ക് അവളുടെ ഗ്ലാസ് ഉപയോഗിച്ച് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ആ റോക്കറ്റ് ലോഞ്ചറിന്റെ സ്പീഡും ദിശയും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അവളാണെങ്കിൽ ആ ലോഞ്ചർ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടും. റോക്കറ്റ് ലോഞ്ചർ ആണെങ്കിൽ ആ വില്ലന്മാർക്ക് നേരെ പോയി പൊട്ടിത്തെറിക്കുകയാണ്. അവരാണെങ്കിൽ നിർത്താതെ ഒരുപാട് ബുള്ളറ്റ്സ് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ ആ ബുള്ളറ്റിൽ നിന്നെല്ലാം ഡൈവേർട്ടായി
ആ വില്ലന്മാരെ അവർ അറ്റാക്ക് ചെയ്യും. അവരാണെങ്കിൽ ഞെട്ടി അവളെ നോക്കുകയാണ്. ഞൊട്ടിയിടയിൽ അവളാണെങ്കിൽ അവർക്കിടയിലേക്ക് വരും. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ചു, അത് ഞാൻ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. മാത്രമല്ല നിങ്ങൾ മുൻപ് ഉപയോഗിച്ച ഒരു അറ്റാക്കും ഞങ്ങളുടെ ബിൽഡിങ്ങിനെ തകർത്തിട്ടില്ല. ആ വില്ലന്മാരെല്ലാവരും ഒരുപാട് അത്ഭുതത്തോടു കൂടെ അവളെ നോക്കുകയാണ്. അവളാണെങ്കിൽ ഓരോരുത്തരെയും പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ഉടനെ എഞ്ചിനും റോഡോയും ടീമും എല്ലാവരും അവിടേക്ക് വരും. അവരാണെങ്കിൽ ആ ചപ്പർത്തല പെണ്ണിനോട് ചോദിക്കും, നീ ഇവരെ എല്ലാവരെയും തല്ലിക്കൊന്ന് കഴിഞ്ഞോ? പിന്നെന്തിനാ ഞങ്ങളെ വേഗം ഞങ്ങളെ ഇത്രയും ധൃതിപ്പെട്ട് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? അതിനവള് പറയും, റൂഡോ ഇവിടെ ഉണ്ടെന്ന് ഇവരോട് ആരാണ് പറഞ്ഞത്? ആരാണ് ഇവരെ അയച്ചത്? ആ ഡീറ്റെയിൽസ് എല്ലാം ഇവരോട് ചോദിച്ചു മനസ്സിലാക്കണം. കട്ട് ചെയ്താ ഇപ്പോൾ ഒരു ബാറിൽ ഒരു അപ്പാപ്പനെ കാണിക്കും. ആ അപ്പാപ്പനാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ചുറ്റുമുള്ള ആളുകൾ ആളെ ശ്രദ്ധിക്കുന്നതായിട്ട് ആൾക്ക് ഫീൽ ചെയ്യുക. ഓ നോ, ഇവരെന്തുകൊണ്ടായിരിക്കും തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഓ നോ, എനിക്ക് അവരെ കാണുമ്പോൾ തന്നെ ഒരുപാട് പേടി തോന്നുന്നു. ആ ഗ്രിവേഴ്സ് അവർ ശരിക്കും ഡേഞ്ചറാണ്. ആ പെണ്ണും ചെക്കനും അവർ രണ്ടുപേരും ഒരുപാട് നേരമായി എന്നെ തന്നെ ഫോക്കസ് ചെയ്യുന്നു. തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അടുത്ത നിമിഷം റൂഡോ ആണെങ്കിൽ ഇപ്പൊ അപ്പാവനെ കണ്ണും വീഴ്ച നോക്കും. ആളാണെങ്കിൽ ഭയന്ന് രക്ഷിക്കടാ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് ഓടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ അദ്ദേഹത്തെ ഡെലിബറേറ്റ്ലി അല്ല ശ്രദ്ധിച്ചത്. റൂഡോ ആണെങ്കിൽ ഷോക്കാവും. യു ഗായ്സ് ആർ അൺബിലീവബിൾ. ഞാനിവിടെ വന്നതിനെ ചൊല്ലിയാണ് ഇവിടെയുള്ളവരെല്ലാവരും ഓരോരോ പ്രോബ്ലംസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളിങ്ങനെ സിമ്പിളായിട്ട് ഫുഡ് കഴിക്കുകയാണോ? നിങ്ങളെ കൊണ്ട് ഇതിനെങ്ങനെ സാധിക്കുന്നു? അതിനവർ പറയും, അതൊക്കെ ഈ ലൈഫിൽ സർവ്വസാധാരണമാണ്. നീ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. റിലാക്സ് ചെയ്ത് നീ ഫുഡ് കഴിക്കുക. ബാക്കിയെല്ലാം നമ്മൾ നേരിടും. കരുതും പോലെ ഇതാദ്യമായിട്ടല്ല നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് നേരെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാവുന്നത്. ഇതിനു മുൻപ് 10-15 തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. റൂഡോ ആണെങ്കിൽ ഷോക്കായി ഇപ്പോൾ റിസപ്ഷനിലിരിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് ചോദിക്കും. അവൾ ശരിക്കും വളരെ പവർഫുള്ളാണ്. നമ്മൾ വരുന്നതിന് മുൻപ് തന്നെ ആ വില്ലന്മാരെ എല്ലാവരെയും അവൾ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ചു. ഇത്രയും പവറും കഴിവുള്ള അവളെ എന്തിനാണ് റിസപ്ഷനിലിട്ടത്? അതിനവർ പറയും, ആക്ച്വലി അവൾ ആ ജോലി തിരഞ്ഞെടുത്തതാണ്. അവളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉള്ളപ്പോൾ മാത്രമേ അവൾക്ക് അത്തരത്തിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. സമയങ്ങളിൽ അവൾ അവളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അവൾ ഫൈറ്റ് ചെയ്തതും അവരെ തോൽപ്പിച്ചതും. അതുമാത്രമല്ല, ആ വില്ലന്മാർ അവരുടെ തൊട്ടു പുറകിലായിട്ട് ബാക്കപ്പ് ടീം ഇപ്പോൾ തന്നെ ഇവിടേക്ക് വരും. അവരത് പറയുന്ന അതേ നിമിഷം മറ്റൊരു ടീം അവിടേക്ക് വരികയാണ്. റൂഡോ ആണെങ്കിൽ അവരെ 3 പേരെ ഒന്ന് ശ്രദ്ധിക്കും. അതിലൊരാളെ റൂഡോയ്ക്ക് പരിചയമുണ്ട്. ആ കൊച്ചു കുഞ്ഞാണെങ്കിൽ റൂഡോയെ തന്നെ നോക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ഒരു എൽഡർ പേഴ്സൺ ആളാണെങ്കിൽ റൂഡോയെ നോക്കി, ആവു റൂഡോ, നീ ഇവരുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നോ? റൂഡോയ്ക്കാണെങ്കിൽ അവർ ആരാണെന്ന് മനസ്സിലാവില്ല. അവനാണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ഉടനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവനോട് പറയും, ഇത് ഞാനാണ്. ലാസ്റ്റ് ടൈം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിന്നെ നോക്കി നിന്നത് ഞാനാണെന്ന് പറയും. അതിനുശേഷം അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. റൂഡോയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അതെങ്ങനെയോ ലീക്കായിരിക്കുകയാണ്. ആരൊക്കെയോ റൂഡോയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ടീം ഇവിടേക്ക് വന്നതും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതും. ഇനിയും ഇതുപോലെ പലതും നടക്കും. ഒരു പെണ്ണ് ഫെന്റൻഷിയ, അവളാണെങ്കിൽ ഇവിടെ റൂഡോയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവൻ മാറി ഒരു ഭാഗത്ത് പോയിരിക്കും. അപ്പോഴും തോറ്റു പിന്മാറാതെ അവന്റെ പിന്നാലെ വരും. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടും. ഓ നോ, ഈ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാണ്. പിന്നെ കോട്ടിട്ടവനാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, ആക്ച്വലി നിന്നെ അവർ ഫോളോ ചെയ്യുന്നത് നിന്റെ കയ്യിലുള്ള എന്തോ ഒന്ന് അവർ നേടിയെടുക്കാനാണ്. ഇതുപോലെ എന്തോ വിലപ്പെട്ടത് നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ആമയുടെ കയ്യിലുണ്ടായിരുന്ന പോലുള്ള ഒരു ഷൂസ് അതവൻ കാണിച്ചു കൊടുക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഷോക്കായി അതിലേക്ക് നോക്കും. അവനാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, ആക്ച്വലി നിന്നെ അന്വേഷിക്കുന്ന ആ വില്ലൻ അത് മറ്റാരുമല്ല, ഞാനാണ്. സോ ഞാൻ പറയുന്ന അനുസരിച്ച് എന്നോടൊപ്പം മര്യാദയ്ക്ക് വരുന്നതാണ് നിനക്ക് നല്ലത്. ആണെങ്കിൽ അടുത്ത നിമിഷം അവന്റെ കൈ തട്ടി മാറ്റി ബാക്കിയുള്ളവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. പക്ഷെ ആ നിമിഷം തന്നെ ആ മാനുവൽ ക്രിയേറ്റ് ചെയ്യുന്ന പെണ്ണ് അവളാണെങ്കിൽ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് ടീമിനെല്ലാം തന്നെ സേവ് ചെയ്ത് അതിലൂടെ പുറത്തേക്ക് കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവരുടെ പിന്നാലെ ആ പോർട്ടലിലൂടെ പോകാൻ ശ്രമിക്കും. പോർട്ടലിനെ ഇൻബിറ്റ്വീൻ വെച്ച് അത് ക്ലോസ് ആയി നമ്മുടെ ആൾക്കാർ ഇപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് പെടുകയാണ്. നമ്മളിത് എവിടെയാണ്? ആ വില്ലന്മാർ ശരിക്കും അഡ്വാൻസ്ഡ് ആയിരുന്നു എന്ന് പറയുന്ന അതേ നിമിഷം ആ വില്ലന്മാർ അവരുടെ തൊട്ട് ഓപ്പോസിറ്റ് വരികയാണ്. അവരെ കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.